ചെയിൻ റൂളിലെ നെക്സ്റ്റ് ടൈപ്പ് നമുക്ക് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ദെൻ നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് ഇൻവേഴ്സ് ഫങ്ഷൻ. അത് പല പ്രോബ്ലം ഉണ്ട്. ഒന്ന് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്, ഏതാ നമ്മൾ പഠിച്ചേക്കണം, 1/1+s². അതുപോലെ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് 1/√1 - s². d by dx of cos inverse x equal to -1/√1 - s². d by dx of cot inverse x equal to 1/-1/1 + s². അപ്പൊ ഇത്രയും ഇക്വേഷൻ വെച്ചുള്ള ചെയിൻ റൂളാണ് നമുക്ക് ഈ ഒരു ടൈപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം y tan ഇൻവേഴ്സ് എക്സ് ആണ് ഏതാ ഫോർമുല, നമ്മുടെ 1/1 + s², അല്ലേ? അപ്പൊ ഇതേ ടൈപ്പ് പ്രോബ്ലം എങ്ങനെ ഡെറിവേറ്റീവ് എടുക്കാവുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ tan ഇൻവേഴ്സ് ഓഫ് x², ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. നമുക്കറിയാം tan ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ, 1/1 + s². അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് കിടക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? എക്സിന്റെ സ്ഥാനത്ത് കിടക്കുന്ന ഫംഗ്ഷൻ s² ആണ്, അല്ലേ? അപ്പൊ നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ dy ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ dy ബൈ ഡി എക്സ് ഈക്വൽ ടു 1/1 + ഈ എക്സിന്റെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്, x² ആണ്, അല്ലേ? അപ്പൊ നമ്മൾ ആ s² അവിടെ എഴുതും, ഓൾ സ്ക്വയർ. ഇതുണ്ടോ, s² എന്ത് വരുന്നുവോ ആ എക്സിന്റെ സ്ഥാനത്ത് കിടക്കുന്ന ഫംഗ്ഷന് നമ്മൾ ഈ എക്സിന്റെ സ്ഥാനത്ത് എഴുതും. പിന്നെ എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പൊ നമ്മൾ ഏതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കും, ഈ s² ഡെറിവേറ്റീവ് 2x വരും. ഇത്രയും ഒരു കാര്യമുള്ളൂ. ദെൻ അനദർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. y ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് e⁻x. അപ്പൊ നമ്മുടെ ഫോർമുല എന്താ, 1/ ഡെറിവേറ്റീവ് ഈക്വൽ ടു dy ബൈ ഡി എക്സ് ഈക്വൽ ടു 1/1 + അവിടെ എക്സിന്റെ സ്ഥാനത്ത് കിടക്കുന്ന ഫംഗ്ഷൻ ഏതാ, ഈ e⁻x, അല്ലേ? അപ്പൊ എന്ത് വരും കൊച്ചുങ്ങളെ, ഈ e⁻x ദ ഹോൾ സ്ക്വയർ വരും. പിന്നെ എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ്, അല്ലേ? അപ്പൊ നമ്മൾ ഏതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം, ഈ e⁻xന്റെ ഡെറിവേറ്റീവ് എടുക്കണം. e⁻xന്റെ ഡെറിവേറ്റീവ് നമ്മൾ എന്താ പഠിച്ചേക്കണേ, e⁻x. ദെൻ ആൻസർ ആയി. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. dy ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് s³ ആണെന്ന് വെച്ചോ. അപ്പൊ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ dy ബൈ ഡി എക്സ്, ഡെറിവേറ്റീവ് എന്ത് വരും, dy ബൈ ഡി എക്സ് ഈക്വൽ ടു 1/1 + ഈ x³ സ്ഥാനത്ത്, എക്സിന്റെ സ്ഥാനത്ത് എന്താ കിടക്കണേ, s³, അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ എന്ത് എഴുതും, s³ ദ ഹോൾ സ്ക്വയർ. തീർന്നോ? ഇല്ല, എക്സ് ഒഴിച്ച് എന്തു വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പൊ ഏതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം, ഈ s³ ഡെറിവേറ്റീവ് എടുക്കണം, അല്ലേ? എന്താണ് s³ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3s². x⁻n ഡെറിവേറ്റീവ് n × x⁻n-1. അപ്പൊ s³ ഡെറിവേറ്റീവ് എന്താ, 3 × x⁻1 കുറയും, ദാറ്റ് ഈസ് ഈക്വൽ ടു s². ക്ലിയർ ആയല്ലോ? ദെൻ അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. y ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് a⁻x. അവിടെ എന്തായിരിക്കും ഡെറിവേറ്റീവ്, ടാനിന്റെ ഡെറിവേറ്റീവ് എന്താ, 1/1 + s². അപ്പൊ dy ബൈ ഡി എക്സ് ഈക്വൽ ടു 1/1 + അവിടെ എക്സിന്റെ സ്ഥാനത്ത് ഏതാ കിടക്കുന്നത്, a⁻x, അല്ലേ? അപ്പൊ a⁻x ദ ഹോൾ സ്ക്വയർ. പിന്നെയോ എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പൊ ഏതിൻ്റെ ഡെറിവേറ്റീവ്, ഈ a⁻xന്റെ ഡെറിവേറ്റീവ് a⁻x × log a. ദെൻ ആൻസർ ആയി. ദെൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ അത് കോട്ടും വരാം, കോട്ട് ഇൻവേഴ്സ് ഓഫ് x² ആണെന്ന് വെച്ചോ. അവിടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ dy ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ത് വരും, കോട്ടിന്റെ ഡെറിവേറ്റീവ് എന്നാ, 1/-1/1 + അവിടെ എക്സിന്റെ സ്ഥാനത്ത് കിടക്കുന്ന ഫംഗ്ഷൻ ഏതാ, s², അല്ലേ? അപ്പൊ s² ദ ഹോൾ സ്ക്വയർ. പിന്നെ എന്തിന്റെ ഡെറിവേറ്റീവോടെ വരും, ഈ s² ഡെറിവേറ്റീവ് 2x. ദെൻ ആൻസർ ആയി കഴിഞ്ഞു.